ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നത്. നമുക്ക് 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ഈ എണ്ണക്കടികളോടെല്ലാം ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോൾ എടുത്ത് ചെയ്തതാണേ. എന്തായാലും കുറച്ച് ഈത്തപ്പഴം കണ്ടു, എന്നാൽ അതിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈത്തപ്പഴം പൊരിയാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, പക്ഷേ എന്നാൽ കൂടെ ഞാൻ ഉണ്ടാക്കുന്ന രീതി കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവാണേ. ഈത്തപ്പഴം നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായി അരഞ്ഞെടുക്കണമെന്നൊന്നുമില്ല, ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. ബാക്കിയൊക്കെ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കുന്ന ബാറ്ററാണ്. മൈദ, ഉപ്പ്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, അപ്പക്കാരം ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സാക്കുക. പഴംപൊരി ഉണ്ടാക്കുമ്പോഴുള്ള ബാറ്റർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ച ഈത്തപ്പഴം കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. സാധാരണ പഴം പൊരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മുക്കിയെടുത്താണ് പൊരിക്കുന്നത്. ഇത് അതുപോലെയല്ല, ഇത് മാത്രമാണ് അതിലുണ്ടാകുന്നൊരു മാറ്റം. പൊടിച്ചെടുത്ത ഈത്തപ്പഴം കൂടെ മിക്സിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം തിളച്ച എണ്ണയിലേക്ക് കോരിയെടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈത്തപ്പഴം നല്ല വലുപ്പം ഉണ്ടാവും. ഇനി വലുപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് മാത്രം കഴിക്കേണ്ടതല്ലേ, മറ്റാർക്കും കൊടുക്കേണ്ടതൊന്നുമല്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. കാരണം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ മാവിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ കഷ്ണം ഈത്തപ്പഴമാണ് കിട്ടുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ്, പല സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയില്ല. ചില സ്ഥലങ്ങളിൽ ആ രീതിയിലല്ലാണ്ട് തയ്യാറാക്കുന്ന ആൾക്കാരുണ്ട്. ഈത്തപ്പഴം പൊടിച്ച മാവിലേക്ക് ഇട്ടത് കൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഈത്തപ്പഴം കഴിക്കാൻ കിട്ടുന്നത് കൊണ്ട് നല്ല രുചിയാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ല എങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിത് മക്കൾക്ക് ഇങ്ങനെയാണ് പൊരിച്ചു കൊടുക്കാറ്. എല്ലാവരും ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആയില്ല ഇന്നത്തേത്, എന്നാലും കുഴപ്പമില്ല. വീഡിയോ എടുത്തതല്ല, നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. സപ്പോർട്ട് ചെയ്യുക.